നിങ്ങളുടെ പഴയ വിവാഹ ജീവിത ഫോട്ടോസ് എടുത്തു നോക്കുന്ന സമയത്ത് അതിൽ നിങ്ങളെ തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ണ് നിറഞ്ഞു പോവാറുണ്ടോ? ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ആ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു. ആ സമയത്ത് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കൈപിടിച്ച ആള് പറയാതെ പറഞ്ഞൊരു വാക്കുണ്ട്, ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും എന്നുള്ളത്. എന്നിട്ട് ആ ഒരു വ്യക്തി തന്നെ ഇപ്പോ വേദനയായിട്ട് മാറുമ്പോൾ ആ സ്വപ്നം കണ്ട ജീവിതം തന്നെ ഒരുപാട് ദുരനുഭവങ്ങൾ തരുന്ന സമയത്ത് നിങ്ങൾ വെറുതെയെങ്കിലും ഒന്ന് ആലോചിക്കാറുണ്ട് അല്ലെ? നിങ്ങളുടെ ആ ഒരു കല്യാണ നിമിഷത്തെ അത് ഉണ്ടാക്കിയ ആളുകളെയും നിങ്ങൾ കുറ്റപ്പെടുത്താറുണ്ട്, ശപിക്കാറുണ്ട്. ആ സമയത്ത് ഈ കല്യാണത്തിന് സമ്മതിച്ച നിങ്ങളെയും നിങ്ങൾ കുറ്റപ്പെടുത്താറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ ഹാപ്പിലി ഭയങ്കര സന്തോഷത്തോടെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോട് വെറുതെയെങ്കിലും ഒന്ന് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിലേക്ക് പെട്ടെന്നൊന്നും എടുത്തു ചാടല്ലേ എന്നുള്ളത് അല്ലെ. ഇങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നേ എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര കാലം നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തിയും ആ നിമിഷത്തെ കുറ്റപ്പെടുത്തിയും അതിന് കൂടെ നിന്ന ആളുകളെയും നിങ്ങൾ ആലോചിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തുടർന്നാൽ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ വ്യക്തി മാറി നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ മാറുമെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിച്ച് ഇനിയും എത്രത്തോളം വേദനകളാണ് നിങ്ങൾ ഇനിയും ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു? സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുന്നതെങ്കിലും നിങ്ങൾ നിർത്തുക. ഇത്രയും വേദനകൾ നിങ്ങൾ എന്തിനു സഹിച്ചു എന്നുള്ളതിൻ്റെ ഒരു ബ്ലെസ്സിങ് എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറും എന്നുള്ളതാണ്.